നമസ്കാരം സുഹൃത്തുക്കളെ. ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തയാണ് വൈറ്റ് ഹൗസിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരായി കടന്നു വരുന്നത്. ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ, നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു യൂണിഫോം ഇട്ട ജിഹാദി ആയിട്ടുള്ള അസീം മുനീർ ഇന്ത്യക്കെതിരെ അത്ര വർഗീയ വിദ്വേഷമാണ് അയച്ചു വിട്ടിരിക്കുന്നത്. ഈ രണ്ടുപേരും ഒന്നിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ മാസം അസീം മുനീർ പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെട്ട് വൈറ്റ് ഹൗസിൽ വന്ന് ട്രംപുമായി ഉച്ചഭക്ഷണം കൂടി തോളത്ത് കൈതട്ട് പോന്നു. വീണ്ടും തിരിച്ചു പോവുകയാണ് അസീം മുനീർ. തിരിച്ചു വരവ് ഒരുപക്ഷെ പാകിസ്ഥാന്റെ പ്രസിഡന്റായ ശേഷമായി മാറുമോ? വീണ്ടും ഒരു പട്ടാളം പാകിസ്ഥാനിൽ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണോ? അത് ഇന്ത്യക്ക് എത്രമാത്രം ഇഫക്റ്റ് ഉണ്ടാകുന്നതായിരിക്കും? അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവേഷ്യയിലെ ഈ പറയുന്ന സമവാക്യം മാറുമോ? നമ്മൾ മുമ്പ് ഒരുപാട് വട്ടം കണ്ടതാണ്. അമേരിക്കയിൽ എപ്പോഴൊക്കെ ഒരു പാകിസ്ഥാൻ ആർമി ചീഫ് പോയപ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ അവർ തിരിച്ചു വരുന്നത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയ ശേഷമായിരിക്കും. സെയിം ആണ് വരാൻ പോവുകയാണ്. അസീം മുനീർ രണ്ടാമത്തെ വട്ടം പോകുന്നു, ട്രംപുമായി കാണുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഒരു അട്ടിമറിയിൽ കൂടെ വീണ്ടും വരികയാണ്. ഇങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ ഉൾപ്പെട്ട ഈ മധ്യപൂർവേഷ്യയിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇന്ത്യ പുടിനെ വിളിച്ചിരിക്കുകയാണ്. സെപ്റ്റംബറിൽ പുടിൻ ഇന്ത്യയിൽ സന്ദർശിക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബറിലോ ഒരുപാട് കരാറുകൾ ഒപ്പുവെക്കുന്നു. ആ ഒരു ഇന്ത്യ പുടിനെ വിളിച്ചതിന്റെ രോഷം തീർക്കാൻ വേണ്ടിയാണോ ഈ പറഞ്ഞ ട്രംപ് നാലാംകിട ജിഹാദി, 5 പൈസയ്ക്ക് പോലും വിവരമില്ലാത്ത ഈ പറയുന്ന നാറിയായിട്ടുള്ള ഈ ജിഹാദിയെ പാകിസ്ഥാനിൽ നിന്ന് ക്ഷണിച്ചിരിക്കുന്നത്? ട്രംപിന് ഒരു കാര്യം വളരെ വ്യക്തമായി അറിയില്ല. എന്നൊക്കെ അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്ന ഈ ആർമി ജനറൽമാരായിട്ടുള്ള മുഷറഫ് ആയാലും ഉൽഹഖ് ആയാലും എല്ലാം ഡബിൾ ഏജന്റുമാരാണ്. അവരുടെ കൂലിപ്പട്ടാളക്കാരാണ്. അവർ ആർക്കും വേണ്ടി പണിയെടുക്കും. ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കും, അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കും, റഷ്യക്ക് വേണ്ടി പണിയെടുക്കും, വേണമെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കും. കൂലിപ്പട്ടാളം. അവർക്ക് പണം മാത്രം മതി. ഈ ബജ്വാൻ എന്ന് പറയുന്ന അവരുടെ മുൻ ആർമി മേധാവിയുടെ ആസ്തി എന്ന് പറയുന്നത് ബില്യൺസ് ആണ്. എങ്ങനെയാണ് ബില്യൺസ് ഉണ്ടാക്കുന്നത്? ഇന്റൽ ഷെയർ ചെയ്യുക, ഇന്ത്യയെ പറ്റി ഇന്റൽ ഷെയർ ചെയ്യുക, പിന്നെ ചൈനയെ പറ്റി ഇന്റൽ ഷെയർ ചെയ്യുക, എല്ലാം ഇന്റൽസ് വെക്കും. ISI ഏജന്റുമാർ ലോകം മുഴുവനുണ്ട്. ഇന്ത്യയിൽ പോലും ഉണ്ടല്ലോ ഒരു എന്തൊരു ശർമ്മയോ, മാധുരി ശർമ്മ മറ്റോ, കേരളത്തിൽ വന്നൊരു പെൺകുട്ടി. അങ്ങനെ ISI ഏജന്റുമാർ ഇന്ത്യ മുഴുവനുണ്ട്. അവരെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ISI ഏജന്റുമാരുടെ ISIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കിട്ടും. അവിടുന്ന് ഫിൽട്ടർ ചെയ്ത് ലോകങ്ങൾക്കെല്ലാം വിറ്റ് പണം വാങ്ങലാണ് ISI ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിന്റെ തലവനാണ് ഈ പറയുന്ന ഫീൽഡ് മാർഷൽ. പാകിസ്ഥാന്റെ ഏറ്റവും ടോപ്പ് സിവിലിയൻ പൊസിഷനാണ് ഫീൽഡ് മാർഷൽ. അവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഫൈനാൻസ് മന്ത്രിയും പ്രസിഡന്റും ഒക്കെ. ഒരു തത്വത്തിന്റെ പുള്ളി തന്നെയാണ്. പക്ഷെ ഇനി അവരോധിക്കാൻ പോവുകയാണോ? എന്തിനാണ് അമേരിക്ക ഈ പറയുന്ന നാലാംകിട ജിഹാദി, യൂണിഫോം ഇട്ട ജിഹാദി ഇരുത്താൻ പോകുന്നത്? ഇതൊരു സുന്നി സമവാക്യം വരാൻ പോവുകയാണ്. ഖത്തർ, അമേരിക്ക, പാകിസ്ഥാൻ, 3 സുന്നി രാജ്യങ്ങളും ടർക്കിയും കൂടിയിട്ട് ഇറാനും അതോടൊപ്പം തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും താലിബാനും ബദലായിട്ട് ഒരു സുന്നി സമവാക്യം വരികയാണ്. ഓൾറെഡി ഈ പറയുന്ന നമ്മുടെ ഈ മുനീറിന്റെ കരങ്ങള് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ്. ISIക്ക് ഒരുപാട് പ്രസൻസ് ഉണ്ട്. അവിടുന്ന് കുറെ ISIക്കാർ ഇവിടെ കടന്നു കയറുകയാണ് നമ്മുടെ പടിഞ്ഞാറൻ ഏരിയയിലേക്ക്. ബംഗ്ലാദേശിൽ നിന്ന് കയറുകയാണ് ബംഗാളിലേക്ക്. ഇന്ത്യയെ തുരത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരും പെഹൽഗാം ആക്രമണമൊക്കെ മുനീറിന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. അപ്പോൾ മുനീർ ആയിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രസിഡന്റ് മുനീറായാൽ എന്തായിരിക്കും ഇന്ത്യക്ക്? ഒരു വലിയൊരു തലവേദനയാണ് വരാൻ പോകുന്നത്. കാരണം ഇവനെ തടയുക അത്ര എളുപ്പമല്ല. അമേരിക്ക പുറകിലുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ്. അമേരിക്ക പാകിസ്ഥാൻ എണ്ണ പരിവേഷണം ചെയ്യാൻ പോകുന്നു, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു, ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ പോകുന്നു. ഈ പറയുന്ന ട്രംപിന്റെ മുന്നോട്ടുള്ള നടപടികൾ, ഈ അസീം മുനീറുമായിട്ടുള്ള ഈ സഖ്യം ഇന്ത്യ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്ക് പോലും വളരെ ഭയങ്കര വെല്ലുവിളിയാണ്. ബ്രിക്സിനെ പോലും തകർക്കാൻ സാധിക്കും. കാരണം ബ്രിക്സ് രാജ്യങ്ങളായിട്ടുള്ള ഈ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും എതിരായിട്ടാണ് ബ്രിക്സിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. ബ്രിക്സ് രാജ്യങ്ങൾക്കും ഇന്ത്യക്കും വളരെ തലവേദനയാണ്. ഇന്ത്യയെ തടയുക എന്നൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യയെ കണ്ടെയ്ൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയെ തടയാൻ സാധിക്കില്ല. അപ്പൊ തൽക്കാലത്തേക്ക് തളർത്തുക, ഒറ്റൊരു നയം മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ ട്രംപിന്റെയും നയം. വേറെ ഒരു നയങ്ങളും അല്ല അതിന്റെ പുറകിൽ. എണ്ണ എല്ലാവരും വാങ്ങുന്നുണ്ട്, യുറേനിയം അമേരിക്ക വാങ്ങുന്നു, പിന്നെ നാച്ചുറൽ ഗ്യാസ് യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്നു, ഓയിൽ ചൈന വാങ്ങുന്നു. അവരോടൊന്നുമില്ലാത്ത ഈ ചെറ്റമ്മ നയം ഇന്ത്യയോട് മാത്രം എന്തുകൊണ്ടെന്നുള്ള ഒറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ. ഇന്ത്യയെ തടയാൻ സാധിച്ചില്ലെങ്കിൽ തളർത്തുക തൽക്കാലത്തേക്കെങ്കിലും. അതുകൊണ്ടാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് രാജ്യം വന്നതുപോലും. അതോടൊപ്പം തന്നെ ഈ ISIയുടെ ചീഫായിട്ടുള്ള
ISI അല്ല, പാകിസ്ഥാൻ ചീഫായിട്ടുള്ള അസീം മുനീറിന് അവരോധനം. അസീം മുനീർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് പവറുകൾ വരാൻ പോവുകയാണ്. പാകിസ്ഥാൻ ജനങ്ങൾക്ക് ഒരു ചിന്തയുണ്ട്, പാകിസ്ഥാനിൽ ആർമി വന്നു കഴിഞ്ഞാൽ എല്ലാം സുഖകരമാകുന്നൊരു ചിന്തയുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലം നമ്മൾ കണ്ടതാണ്, ആർമി ചീഫുകൾ വന്നിട്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളും സംഭവിച്ചില്ല. കുറെ കാലം ഭരിച്ചു, നശിപ്പിച്ചു, പണമുണ്ടാക്കി. അതിനുശേഷം അവരെവിടെയോ ദുബായിലോ അല്ലെങ്കിൽ ലണ്ടനിലോ പോയി വല്ല ക്യാൻസറൊക്കെ ഒന്ന് മരിക്കുകയാണ്. കാരണം ഒരുപാട് കാലം കഴിയുമ്പോൾ അമേരിക്ക മനസ്സിലാവുകയാണ്, ഈ ആർമി ചീഫ്, അമേരിക്ക സ്ഥാപിച്ച ആർമി ചീഫ് എല്ലാം ഡബിൾ ഏജന്റ് ആണ്. ഇവരെല്ലാം അമേരിക്കയ്ക്ക് വർക്ക് ചെയ്യുന്നു, ചൈനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ എന്തൊക്കെയോ പെട്ടെന്ന് ക്യാൻസർ വന്ന് അവരെ പെട്ടെന്ന് മരിക്കുകയാണ്. അപ്പോൾ അസീം മുനീറിന്റെ ഈ പറയുന്നുള്ള വാഷിങ്ടൺ DC-യിലേക്കുള്ള വരവ് എന്ന് പറയുന്ന ഇന്ത്യക്ക് ഒരു മെസ്സേജാണ്. തിരിച്ചുവരവ് വളരെ സൂപ്പർ, ഒരു പവർഫുൾ ആയിട്ടുള്ള തിരിച്ചുവരവായിരിക്കും. ഇസ്ലാമാബാദിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രസിഡന്റായി മാറും. ആയിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന്, ഈ പറയുന്ന ഇന്ത്യ, ചൈന, റഷ്യ, ഇവർ 3 രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു വലിയൊരു വെല്ലുവിളിയായിരിക്കും. കാരണം എളുപ്പമല്ല തടയുക എന്നുള്ളത്.